എക്സൈറ്റ്മെന്റ് കാരണം ഉറക്കം വരാതെ വയറിൽ ഇങ്ങനെ ഒരു ചെറിയ ഇക്കിളിയാക്കുന്ന ഫീലിംഗ് ഒക്കെ ആയിട്ട് കിടക്കുന്ന രാത്രികൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു രാത്രിയായിരുന്നു എനിക്കിന്നലെ. നമ്മുടെ പ്രഗ്നൻസിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20th വീക്ക് സ്കാനിങ് ആണ് ഇന്ന്. ഉറങ്ങാത്തതുകൊണ്ട് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാ നമുക്ക് റെഡി ആയാലോ? ഇന്നത്തെ സ്കാനിങ്ങില് ഹെൽത്ത് ചെക്കപ്പിന് പുറമെ പേരൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടിയുടെ ജെൻഡറും കൂടെ അറിയാനായിട്ട് പറ്റും. നമുക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ നല്ല താല്പര്യമുണ്ട്. ഡച്ച് ആൾക്കാർ പൊതുവെ നല്ല പങ്ക്ച്വലാണ്. 9 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 9 മണിയാണ്. അതുകൊണ്ട് ലേറ്റ് ആവാനുള്ള ഒരു സ്കോപ്പില്ല. പടേന്ന് റെഡിയാവാം. എല്ലാ തവണയും പുറത്തു പോകാൻ നേരത്ത് ഡ്രസ്സിന്റെ മുകളിൽ ഒരു കൺഫ്യൂഷൻ ആവട്ടെ എന്നുള്ളൊരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ തപ്പി വാഷിംഗ് മെഷീന്റെ അകത്ത് വരുത്തിയിട്ടുണ്ട്. കിട്ടിയ ഒരു ഡ്രസ്സും ലെഗിൻസും ഇട്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് മുടി ഇസ്ത്രി ഇട്ട് നമ്മളിതേ റെഡിയായി കഴിഞ്ഞാൽ എപ്പോഴും ബെഡ്റൂമിന്റെ അവസ്ഥ ഇതാ. ബ്യൂട്ടിഫുൾ. ചെറിയൊരു വിശപ്പുണ്ട്, അതുകൊണ്ട് വലിയൊരു ഗ്ലാസ് സ്മൂതി അകത്താക്കി നമുക്ക് പോവാം. കൃത്യം 9 മണിക്കാണ് നമുക്ക് മിഡ് വൈഫിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. നമ്മളിവിടെ എത്തി. ഇനി അബൂഖാന്റെ നമ്പർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡച്ചിലെ വെയിറ്റിംഗ് റൂമിന് വഹ്ത് കാമർ എന്നാട്ടോ പറയുക. ആഹാ, ഉള്ളിന്ന് വരണം. ഈ 20th വീക്ക് സ്കാനില് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ജെൻഡർ അറിയുന്നത്. നമ്മുടെ കുട്ടിയുടെ ബാക്കി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചെക്കപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ 1.5 മണിക്കൂർ സ്കാനിങ്ങിന് ശേഷം ഇനി ഒന്ന് ജെൻഡർ നോക്കാന്ന് വിചാരിച്ചപ്പോ ഒത്തില്ല. പുള്ളിക്ക് ഇന്നൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഹാഫ് ഡേ ലീവ് എടുത്തത് വെറുതെ ആയല്ലോ എന്നുള്ളൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് വിഷ്ണുവിന്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഇന്ന് നടക്കാത്ത സ്ഥിതിക്ക് നാളേക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. കാലൊക്കെ ഒന്ന് മാറ്റി ജെൻഡർ അറിയിക്കാനുള്ള ഒരു സഹകരണ മനോഭാവം നാളെ ഉണ്ടാവും എന്ന് വിചാരിക്കാം.